ചിക്കൻ സോസേജ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ സോസേജ് ഫ്രൈ ചെയ്തും അതേപോലെ സാൻഡ്വിച്ചിൻ്റെയും സാലഡിൻ്റെ ഒക്കെ കൂടെയാണ് ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്താണ് ഇത് എടുത്തത്. അപ്പോഴത്തേക്കിന് നന്നായിട്ട് സോഫ്റ്റായി. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ് എടുക്കാറുള്ളത്. ഒന്നെങ്കിൽ നടുവിൽ നിന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും കൈ കൊണ്ട് ഇത് ഫുൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട, കുറേശ്ശെയായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പം ഇത് ഫുള്ള് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്ര ചെറിയ ചെറിയ പീസുകളായിട്ട് അതങ്ങനെ കിടക്കണം. അപ്പം ഇനി എങ്ങനെയാണ് നമുക്ക് ഇതുണ്ടാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ആ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പം അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് വഴട്ടി കിട്ടണം. അപ്പോൾ ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട, ഫുള്ളങ്ങ് വഴണ്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പം അതുമായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ശരിക്കും നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇനി നമുക്കതൊന്ന് വാടി കിട്ടുമ്പോഴത്തേക്കിന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒത്തിരി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇത് രണ്ടും കൂടെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ ഞാനൊരു ചെറിയ 2 ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതോടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന മസാല. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ആ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഈ ചിക്കൻ സോസേജിന്റെ റെസിപ്പി എൻ്റെ പപ്പയുടെയാണ്. കാരണം പപ്പ സോസേജ് ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം അത് നല്ല ടേസ്റ്റ് ആണ്. കാരണം നമ്മുടെ കുബൂസിന്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ സവോളന്ന് വാടി കിട്ടാനും മാത്രമുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഇതിൽ അത്യാവശ്യം ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന സോസേജ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി അധികം ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ആ മസാലയിൽ നമ്മുടെ സോസേജ് ഒന്ന് ഫുള്ള് പിടിച്ചു വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പം ആ മസാല ഫുള്ള് ആ സോസേജിലൊന്ന് പിടിക്കണം. അപ്പോൾ ഒരുപാട് അങ്ങിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡറാണ്. അപ്പോൾ പെപ്പർ പൗഡർ കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കുറച്ച് എരിവും കൂടെ ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ഈ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്